കുറച്ച് കാലമായി പൊളിഞ്ഞിട്ട്. ഒരു 5-6 മാസമാവും തോന്നുന്നു ഈ കല്ലിങ്ങനായിട്ട്. ഇത് വലിയ ബസ് എന്തോ പോയപ്പോൾ തട്ടിയതാണ്. അത് എത്രയും വേഗം നമ്മുടെ പുരാവസ്തു അത് ശരിയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള ഒരു കോട്ട മതിലിനടുത്താണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കോട്ട മതിൽ നാട്ടുകാർക്കും ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള കോട്ട മതിലാണിത്. ഈ മതിൽ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായ സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നാട്ടുകാരെ സംബന്ധിച്ച് ഇതിലൂടെ നടന്നു പോകുവാനോ അതുകൂടാതെ വാഹനത്തിൽ യാത്ര ചെയ്യുവാനോ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരന്തരം ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. 1000-ലധികം വരുന്ന ജനങ്ങൾ നിരവധി ഓരോ ദിവസം തോറും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാതയാണിത്. കിഴക്കേക്കോട്ടയുടെ പുറക് വശമാണിത്. ആ പുറക് വശത്തുള്ള മതിലാണ്. ഈ മതിലിന് മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് വാഹനങ്ങൾ തട്ടുന്നത് മൂലം കോട്ട മതിൽ അപകടാവസ്ഥയിലാണ്, സൂക്ഷിക്കുക പുരാവസ്തു വകുപ്പ്. ഇങ്ങനെയാണ് ഈ ഒരു ഫ്ലെക്സിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും ഇതുവരെയും യാതൊരുവിധ നടപടിയും, അതായത് ഈ ഒരു മതിൽ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു നടപടിയും നിലവിലിപ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം വർഷങ്ങളോളമായി ഇത്തരത്തിൽ ഈ ഒരു മതിൽ അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നിരവധി കച്ചവടക്കാർ ഉൾപ്പെടെ നിൽക്കുന്നുണ്ട്. അവർക്ക് തന്നെ ഏറെ ഭീഷണിയായ അവസ്ഥയിലാണ് ഉള്ളത്. എന്തായാലും ഇവിടെ ഈ മതിലിന് തൊട്ടടുത്ത് പച്ചക്കറി കട നടത്തുന്ന ഒരു അമ്മയുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. കുറച്ച് കാലമായി പൊളിഞ്ഞിട്ട്. ഞാൻ കണ്ടില്ല. ഞാൻ പകൽ തിരിയാറിയിരിക്കും. ഞാൻ വയ്യാതെ ആശുപത്രിയിലൊക്കെ പോകും വരും. അപ്പം ഇത് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എങ്ങനെ തട്ടിയെന്നും എനിക്ക് അറിഞ്ഞൂടാ. പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ വലിയ അപകടം. അത് തന്നെ അപകടമാണ്. പക്ഷേ ആരൊന്നും എന്തൊന്നും വണ്ടി തട്ടിയൊന്നും കാര്യം നമുക്ക് കണ്ടില്ലല്ലേ. കാണാതെ ഞാൻ എങ്ങനെ പറയും? ഒന്നും അറിയാതെ പറയാൻ പറ്റില്ലല്ലേ. വലിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഞാനും ഈ ചട്ടത്തിലേ ഇരിക്കണം. ചേച്ചി ഇവിടെയുള്ളതാണോ? അതെ. എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമാവും തോന്നുന്നു ഈ കല്ലിങ്ങനായിട്ട്. ഇത് വലിയ ബസ് എന്തോ പോയപ്പോൾ തട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ നല്ല ബ്ലോക്കുണ്ട്. വലിയ വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടൊരു ബ്ലോക്കിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ഒരു ഡേഞ്ചറാണ്. അത് എത്രയും വേഗം നമ്മുടെ പുരാവസ്തു അത് ശരിയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇതാണ് നാട്ടുകാരുടെ പ്രതികരണം. എത്രയും പെട്ടെന്ന് ഈ ഒരു മതിൽ നന്നാക്കണം. പുരാവസ്തു വകുപ്പിൻ്റെ മതിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ 18ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു മതിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മതിൽ മാസങ്ങളോളമായി ഇത്തരത്തിൽ ഏതോ ഒരു വാഹനമോ മറ്റോ വന്ന് ഇടിച്ച് അതിനെ തുടർന്നാണ് ഈ കല്ല് ഇത്തരത്തിൽ മുന്നോട്ട് നീങ്ങിയത്. അപകടാവസ്ഥയിൽ നിലവിലിപ്പോൾ അവിടെ നിൽക്കുന്നത്. ഈ അപകടാവസ്ഥ ഉടൻ തന്നെ മാറ്റണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം വീണ്ടും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും. ഈ മതിൽ അപ്പാടെ ചിലപ്പോൾ ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തിച്ചേരാമെന്നുള്ള ഒരു ഭയപ്പാടാണ് ഇവരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. ആ ഒരു അപകടാവസ്ഥ ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ട്. അത് പുരാവസ്തു വകുപ്പ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും തന്നെ നിരന്തരം പറയുന്നത്. എന്നിട്ടും ഇതുവരെയും ഇതിൻ്റെ അറ്റകുറ്റപ്പണിയോ മറ്റോ നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. വെറുതെ ഒരു ബോർഡ്, അതായത് ഒരു ഫ്ലെക്സിൽ ഇത്തരത്തിലൊരു സുരക്ഷാ നിർദ്ദേശം വച്ചു എന്നല്ലാതെ യാതൊരുവിധ പുനഃക്രമീകരണത്തിനുള്ള ഈ ഒരു മതിൽ പുതുക്കി പണിയുന്നതിനുള്ള യാതൊരു നടപടിയും അധികാരികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അത് ഉടൻ തന്നെ നടപ്പിലാക്കണം. അല്ലെങ്കിൽ വലിയൊരു അപകടം തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാന കേന്ദ്രമായ കിഴക്കേക്കോട്ടയിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.